യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യെരൂശലേം ദേവാലയത്തിൽ നമസ്കരിക്കുവാൻ വന്ന ചില യവനന്മാരെക്കുറിച്ച് യോഹന്നാൻ 12:20 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അവർക്ക് യേശുവിനെ കാണണം, അവർക്ക് യേശുവിനെ അറിയണം. ഈ വിശുദ്ധ ദിനം യേശുവിനെ കാണണം എന്ന ആഗ്രഹത്തോടു കൂടിയാണോ ഞാനും നീയും ദേവാലയത്തിൽ ആരാധിപ്പാൻ പോകുന്നത്? അതോ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുത്ത് സംതൃപ്തിയോടെ മടങ്ങി അടുത്ത ആഴ്ച വീണ്ടും വരാം എന്ന മനോഭാവത്തോടെ കടന്നു പോവുകയാണോ ചെയ്യുന്നത്? നമ്മുടെ വാനാഭാഗത്തും യവനന്മാർ ദേവാലയ ആരാധനയിൽ പങ്കെടുക്കുവാൻ വന്നവരാണ്. എന്നാൽ അവർക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി. ഫിലിപ്പോസും അന്ത്രയോസും ഈ വിവരം യേശുവിനെ അറിയിച്ചു. യേശു അവരെ കണ്ടോ എന്നിവിടെ പറയുന്നില്ല, എങ്കിലും തന്നെ കാണുവാൻ ആഗ്രഹിച്ച യവനന്മാരെ കർത്താവ് തീർച്ചയായിട്ടും കണ്ടിരിക്കാം. കർത്താവിനെ കാണുവാനും അറിയുവാനും അനുഭവിപ്പാനും നമ്മെ സഹായിക്കുന്ന മുഖാന്തരമാണ് ആരാധന. ജെറാൾഡ് ഡുവാൻ എന്ന ഭക്തൻ എഴുതിയിട്ടുള്ളത്, ആരാധന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, ആരാധന ക്രിസ്തീയ ജീവിതം തന്നെയാണ്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ ശമര്യരുടെയും യഹൂദരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെ ആരാധിക്കണം എന്നതാ അവരുടെ തർക്ക വിഷയം. ഗെരിസിം കുന്നിൽ ആരാധിക്കണമെന്ന് ശമര്യരും, അതുപോലെ തന്നെ യെരൂശലേമിൽ ആരാധിക്കണമെന്ന് യഹൂദ്യരും വാദിച്ചു. മുൻപ് ഈ രണ്ടിടങ്ങളിലും ആരാധന ആലയങ്ങൾ ഉണ്ടായിരുന്നു എന്നതാ ഈ തർക്കത്തിന് കാരണം. ഗെരിസിം കുന്നിലുണ്ടായിരുന്ന ദേവാലയം BC 128 ജോൺ ഹിർക്കാനസിനാലും യെരൂശലേമിലുണ്ടായിരുന്ന ദേവാലയം BC 586 ബാബേൽ രാജാവായ നെബൂഖദ്നേസരിനാലും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഈ രണ്ടിടങ്ങളിലും മുൻപ് ദേവാലയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എവിടെ ആരാധിക്കണം എന്നതിനെക്കുറിച്ചുള്ള തർക്കം ഉണ്ടായത്. ഇതിന് കർത്താവ് നൽകിയ മറുപടി, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. നാം ആരാധിക്കുന്നത് ആരാധനയെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ആരാധന സത്യത്തിലും ആത്മാവിലുമായിരിക്കണം. സ്ഥലകാലങ്ങൾ ഒരിക്കലും ആരാധനയ്ക്ക് തടസ്സമാകരുത്. യോഹന്നാൻ 4:22 മുതൽ 24 വരെ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 19 വാക്യങ്ങളിൽ വളരെ അടികൊണ്ട് കാരാഗൃഹത്തിൻ്റെ അകത്തെ തടവിൽ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ആരാധനയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. 16:25. തടവോ അടികൊണ്ടുള്ള മുറിവോ സ്ഥലമോ സമയമോ ഒന്നും ദൈവത്തെ പാടി ആരാധിക്കുന്നതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തിയില്ല. അവരുടെ ആരാധന കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുക്കി. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാറ്റിനുപരിയായി അവരുടെ ആരാധന കാരാഗ്രഹ പ്രമാണിയെ ദൈവവിശ്വാസത്തിലേക്ക് നയിച്ചു. അവർ വീടടക്കം ദൈവകൃപയിലേക്ക് വന്നു. 16:24. സ്ഥലമോ സമയമോ ഒന്നും നോക്കാതെയുള്ള ആരാധനയിൽ കൂടി ലഭിച്ച അനുഗ്രഹം എത്രയും വലുതായിരുന്നു. ആദിമസഭയുടെ ആരാധനയെക്കുറിച്ച് പ്രവൃത്തി 2:46 പറയുന്നത്, അവർ ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചുവെന്നാണ്. അവർ മർക്കോസിൻ്റെ അമ്മ മറിയയുടെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. പ്രവൃത്തി 12:12. അവർ മാളികമുറിയിൽ ഒരുമിച്ച് കൂടി രാത്രി മുഴുവൻ നേരം പുലരുവോളം ദൈവത്തെ ആരാധിച്ചു. 20:11. ആദിമസഭയെ പോലെ ആരാധിപ്പാൻ ഇന്ന് നമുക്ക് കഴിയുന്നു കേട്ടോ. ഒരാഴ്ചയിലുള്ള 168 മണിക്കൂറിൽ 1.5 മണിക്കൂർ പോലും ദൈവാലയത്തിൽ ആരാധിക്കുവാൻ മനസ്സ് കാണിക്കാത്തവരല്ലേ നമ്മൾ?
ആരാധനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ വീട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും പുതിയ ഡ്രസ്സുകൾ പ്രദർശിപ്പിക്കുകയും സഹോദരൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന അനുഭവമല്ലേ നമ്മിലുള്ളത്? മനസ്സ് ശാന്തമാക്കി സ്വസ്ഥമാക്കി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അഥേനയിൽ പൗലോസ് കണ്ട ഒരു വേദിക്കല്ലിൽ എഴുതിയിരുന്ന എഴുത്ത് അജ്ഞാതദേവൻ എന്നായിരുന്നു. ഇത് കണ്ട പൗലോസ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ പൂജിക്കുന്നു. പ്രവൃത്തി 17:23. ശമരസ്ത്രീയോട് കർത്താവ് പറയുന്നത് നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. യോഹന്നാൻ 4:22. ആരെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം? അതറിയാതെ പലരും ആരാധന ആലയങ്ങൾ മാറി മാറി എന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാൽ അനുഗ്രഹം കിട്ടും, എവിടെ ചെന്നാൽ എൻ്റെ കാര്യം സാധിക്കും, അതാ പലരുടെയും ഓട്ടത്തിന് കാരണം. പലർക്കും യേശുവിനെ കാണണ്ട, പിന്നെയോ കാര്യം നേടിയെടുത്താൽ മതി. ശമരിസ്ത്രീ ആരാധനയുടെ മഹത്വം കണ്ടെത്തി, അതിൽ കൂടി മശിയെ കണ്ടു. മാത്രമല്ല പട്ടണത്തിലുള്ള ജനത്തെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യോഹന്നാൻ 4:29-30 വാക്യങ്ങൾ. യേശുവിനെ അനുഭവിച്ചറിയാതുള്ള ആരാധന വെറും ചടങ്ങു മാത്രം. അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് അവനെ ആരാധിക്കണം. കർത്താവെ, നിന്നെ അനുഭവിച്ചറിഞ്ഞ് ആരാധിപ്പാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. യേശുവിനെ കേൾക്കണം, എനിക്കേശുവിനെ കേൾക്കണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കേൾക്കണം. സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കേൾക്കണം, എനിക്കേശുവിനെ കേൾക്കണം. യേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ ആസ്വദിക്കണം. സ്നേഹപിതാവേ, ഹൃത്തടം തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, ഹൃത്തടം തുറന്നു തരണേ. എനിക്കേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം.